വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണപ്രിയ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലഹരിയുടെ ഉറവിടം തേടി ഓപ്പറേഷൻ തൂഫാൻ. ബംഗളൂരു തന്നെ പ്രധാന കേന്ദ്രം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ വേട്ടയെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമായി സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖർ. മയക്കുമരുന്ന് മാഫിയയുടെ അന്താരാഷ്ട്ര കണ്ണുകളെക്കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയെന്ന് DGP വ്യക്തമാക്കി. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും തുടരന്വേഷണം കൂടുതൽ ഊർജിതമാക്കുമെന്നും അദ്ദേഹം വിവരിച്ചു. ലഹരിക്കടത്തിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനായി മറ്റ് സംസ്ഥാനങ്ങളുടെ ഏകോപനത്തോടെയുള്ള അന്വേഷണം തുടരുകയാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മുഴുവൻ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം. കൊളുക്കുമലയിൽ 100 ഏക്കർ ഭൂമി വനംവകുപ്പ് ഏറ്റെടുത്തു. വിനോദസഞ്ചാര കേന്ദ്രമായ ഇടുക്കിയിലെ കൊളുക്കുമലയിൽ 100 ഏക്കർ ഭൂമി വനംവകുപ്പ് ഏറ്റെടുത്തു. ഹാരിസൺ മലയാളം കമ്പനിയുടെ കൈവശമിരുന്ന സർക്കാർ ഭൂമിയാണ് ഏറ്റെടുത്തത്. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമിയാണിത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് HML ഭൂമി വിട്ടു നൽകിയത്. കൊളുക്കുമലയിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയരത്തിലുള്ള ടെന്റ് ക്യാമ്പിംഗും ഒഴിപ്പിച്ചു. വർഷങ്ങളായി സ്വകാര്യ എസ്റ്റേറ്റിന്റെ കൈവശം ഇരുന്ന പാരിസ്ഥിതിക ലോലമായ ഈ ഭൂമിയാണ് ഔദ്യോഗികമായി വനംവകുപ്പ് ഏറ്റെടുത്തത്. ചർച്ച പൊളിഞ്ഞു. തൃശൂരിൽ സമരം ശക്തമാക്കി നഴ്സുമാർ. ഇന്ന് കളക്ടറേറ്റ് മാർച്ച്. ശമ്പള വർധന ആവശ്യപ്പെട്ട് തൃശൂരിലെ അമല, ജൂബിലി മിഷൻ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം ഇന്നും തുടരും. സമരത്തിന്റെ ഭാഗമായി ഇന്ന് തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ശമ്പള വർധന സംബന്ധിച്ച് തൃശൂർ അതിരൂപതയുമായി ഇന്നലെ ചർച്ച നടത്തിയെന്നും ഫലമാകാതിരുന്നതോടെയാണ് പ്രതിഷേധം ശക്തമായത്. ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ നഴ്സുമാർ ബിഷപ്പ് ഹൌസിലേക്ക് മാർച്ച് നടത്തുകയും ബിഷപ്പ് ഹൌസ് റോഡ് ഉപരോധിക്കുകയും ചെയ്തു. പ്രതിഷേധം പുലർച്ചെ 3 മണി വരെ നീണ്ടുനിന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബെൻ സ്റ്റോക്സ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇംഗ്ലണ്ട് താരം ബെൻ സ്റ്റോക്സ്. നാളെ അവസാനിക്കുന്ന ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം വിരമിക്കും. ഇംഗ്ലണ്ടിനായി 122 ടെസ്റ്റുകളും 114 ഏകദിനങ്ങളിലും 43 ട്വന്റി-ട്വന്റികളിലും കളിച്ച താരമാണ് ബെൻ സ്റ്റോക്സ്. 44 ടെസ്റ്റുകളിൽ ഇംഗ്ലണ്ടിനെ നയിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെയും മികച്ച നായകന്മാരിൽ ഒരാളും അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളുമാണ്. 2022 ഇംഗ്ലണ്ടിന്റെ 2020 ലോകകപ്പ് നേട്ടത്തിലെ പ്രധാന പങ്കാളിയായിരുന്നു. 2019 ഏകദിന ലോകകപ്പ് ഫൈനലിലെ മികച്ച കളിക്കാരനുമായിരുന്നു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.